ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവം ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വാക്യങ്ങൾ വായിക്കാം. അതിൽ പ്രാരംഭമായിട്ട് 26 മാത്രം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാലേ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. മിസ്രയീമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജനം 3 മാസമായപ്പോൾ മരുഭൂമിയിലെത്തി. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് കാണാം. 19-1. അത് കഴിഞ്ഞ് ദൈവം അവർക്ക് സീനായിൽ പ്രത്യക്ഷനായി തീയുടെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിച്ചു. 10 കൽപ്പന വാമൊഴിയായി അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ദൈവം മോശയോട് പറഞ്ഞു, നീ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ വന്ന് അവിടെ ഇരിക്കാം. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറി. ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാൻ, താഴെയുള്ള കാര്യങ്ങൾ നോക്കുവാൻ അവരും ഓരും ഉണ്ട്. അവരെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്നും പറയുകയുണ്ടായി. 20, 21, 22, 23 ഈ അധ്യായങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് മോശ 40 ദിവസം പർവ്വതത്തിൽ ഇരിക്കുമെന്ന് അവനും വിചാരിച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെ ബെല്ലുകൊണ്ട് എഴുതിയ കൽപ്പലകയും അതുമാത്രമല്ല അടുത്ത ഇസ്രായേൽ മക്കൾ ചെയ്യേണ്ട ചില കാര്യങ്ങളും, പ്രത്യേകിച്ച് ആരാധനയ്ക്ക് അവർക്ക് ഒന്നിച്ചുകൂടാനുള്ള സ്ഥലവും സമാഗമന കൂടാരത്തിൻ്റെ അളവുകളും അതിൻ്റെ പാറ്റേണും എല്ലാം ദൈവം മോശയെ അറിയിച്ചു. അങ്ങനെ 40 ദിവസം മോശ ദൈവസ്ഥലിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഭക്ഷണപാനീയങ്ങൾ കൂടാതെ ദൈവസാന്നിധ്യത്തിലിരുന്ന് ദൈവത്തിൻ്റെ ആലോചന പൂർണ്ണമായി പ്രാപിച്ചു. അങ്ങനെ 40 ദിവസമായപ്പോൾ ദൈവം മോശയോട് പറയുന്നു, നീ വേഗം ഇറങ്ങിച്ചല്ലേ. മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ജനം കെട്ടഴിഞ്ഞ് നടക്കുകയാണ്. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി. മോശയ്ക്ക് ശുശ്രൂഷകനായി യോശുവയും ഉണ്ടായിരുന്നല്ലോ. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച ഭയാനകമാണ്. 34-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ താഴെ നമുക്ക് ആ കാര്യങ്ങൾ വായിക്കാം. അപ്പോൾ മോശ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു. കാരണം ഏതാണ്ട് 30 ലക്ഷത്തിലധികം വരുന്ന ആ ജനം ആടിത്തിമിർക്കുകയാണ്. ഒരു കാളക്കുട്ടിയുണ്ട്, അതിനെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുകയാണ്. 15-ാം വാക്യത്തിൽ ജനം ആർത്ത് വിളിക്കുന്ന ശബ്ദം കേട്ടുവന്ന് കാണാം. ചുരുക്കി പറഞ്ഞാൽ വിചിത്രമായ, മോശയ്ക്ക് ഒരിക്കലും സങ്കല്പിക്കുവാൻ കഴിയാത്ത സംഭവമാണ് ഇത്രയും ദിവസം കണ്ടത്. അല്ലെങ്കിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ മധ്യയിൽ നടന്ന, ഞാനില്ലാത്ത എൻ്റെ ദൈവം നിനക്കുണ്ടായത് എന്ന് ദൈവത്തിനോട് സീനായിൽ കത്തുന്ന തീയുടെ നടുവിൽ നിന്ന് അലച്ചതിന് വിരുദ്ധമായി അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി വലിയ ആഘോഷത്തോടെ ആരാധന നടക്കുക. അപ്പോഴാണ് മോശ അവരുടെ മധ്യ ഇറങ്ങി വരുന്നത്. അവനെ ഒരു ചെയ്ത ചില കാര്യങ്ങൾ വായിക്കുന്നു. കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു, കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് അതിനെ ഉരുക്കി അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി ജനത്തെ കുടിപ്പിച്ചു. ചിന്തിക്കണം, നിസ്സാര കാര്യമല്ലത്. അത് കഴിഞ്ഞാണ് അവൻ പറയുന്നത്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. 26-ാം വാക്യത്തിൽ നാം അതാണ് വായിച്ചത്. എന്താണ് അപ്പോൾ മോശ ഇങ്ങനെ ആഹ്വാനം ചെയ്ത ഉടനെ 12 ഗോത്രമുണ്ട്. ഈ 12 ഗോത്രങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ഏതാണ്ട്
30 ലക്ഷത്തിന് മേൽ ജനമുണ്ട്. അതിൽ ഒരു ഗോത്രം മാത്രം മോശയുടെ ശബ്ദം കേട്ട് അവൻ്റെ അടുക്കൽ വന്നു. ലേവി ഗോത്രം മാത്രം. ലേവി ഗോത്രം കൂടിയപ്പോൾ അടുത്തവർക്ക് കൊടുത്ത ദൗത്യം എന്തായിരുന്നു? അത് താഴെ 29 വാക്യങ്ങൾ നമുക്ക് കാണാം. എൻ്റെ യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന് ഏതാണ്ട് അവസാന ഭാഗത്ത് ഊരിപ്പിടിച്ച വളവുമായി നിൽക്കുന്ന ഒരാളിനെ കണ്ട് യോശുവ ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? അതുപോലെ 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൽ യേഹൂ ചോദിക്കുന്നുണ്ട്, ഇസ്രായേലിനെ രാജാവായി ദൈവത്താൽ വാഴിക്കപ്പെട്ട യേഹൂ 2 രാജാക്കന്മാരെ നിഗ്രഹിച്ചതിന് ശേഷം ഇസ്രായേലിലെത്തി. അപ്പോഴേ സഭയിൽ കണ്ണെഴുതി ചായം പൂശി അവനെ എതിരേറ്റപ്പോൾ, അല്ലെങ്കിൽ മുകളിൽ നിന്നുകൊണ്ട് കിള്ളിവാതിലിൽ കൂടെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ യേഹൂ ഒരു ചോദ്യം ചോദിച്ചു, ആരുള്ളൂ എൻ്റെ പക്ഷത്ത്? ആരുള്ളൂ? അതും 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ദൈവപക്ഷത്ത് എൻ്റെ കൂടെ ആരുണ്ട് ഇന്ന് ചോദിച്ച പല സന്ദർഭങ്ങളും ഉണ്ടല്ലോ. ഇന്ന് എല്ലാം പക്ഷമാണല്ലോ. ഞങ്ങളുടെ പക്ഷം, അവരുടെ പക്ഷം എല്ലാം. 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പൗലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, യേശുവിൻ്റെ പക്ഷം, അപ്പൊല്ലോസിൻ്റെ പക്ഷം, ഇങ്ങനെ പക്ഷങ്ങളുടെ കാലം അന്നുകൊണ്ട്. എന്നാൽ ദൈവപക്ഷത്തിൽ നിൽക്കുന്ന ഇവിടെ വിഷയം ഇതാണ്, ആരുള്ളൂ? യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ദൈവപക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞ പോലെ പക്ഷങ്ങളുടെ കാലമാണ് ഇപ്പോഴും. പ്രസ്ഥാനങ്ങളിൽ, ഗ്രൂപ്പുകൾ, അവാന്തര വിഭാഗങ്ങൾ, എന്തിനു പറയുന്നു, സർവത്ര പക്ഷങ്ങളുടെ കാലമാണ്. എന്നാൽ പക്ഷങ്ങളുടെ കാലമാണിത്. ഇന്നും ഏത് പ്രസ്ഥാനമാണെങ്കിലും ഒരു കൂട്ടായ്മയാണെന്ന് പറയും, ഒന്നിച്ച് നിൽക്കുമെന്ന് പറയും. എന്നാൽ ദൈവത്തോടുള്ള കൂറിനേക്കാൾ തങ്ങളുടെ ലോക നേതാക്കന്മാരുള്ള കൂറ് കാണിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണാം. ദൈവമേ, ഇവിടുത്തെ ചോദ്യം, ആരുള്ളൂ എൻ്റെ പക്ഷത്ത്? അല്ലെങ്കിൽ യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. മോശ അത് പറഞ്ഞു ഉടനെ ലേവി ഗോത്രം അവൻ്റെ കൂടെ കൂടി. അപ്പോൾ അവർ കൂടി ഉടനെ അടുത്ത മോശ അവരോട് കൽപ്പിക്കുകയാണ്. 27-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ വാൾ അരക്കി കെട്ടി വളയത്തിൽ കൂടെ വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ്റെ സഹോദരനെയും താൻ്റെ സ്നേഹിതനെയും താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 28-ാം വാക്യം, ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. അപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി ഗോത്രം മാത്രം വന്നു. അവർ അവൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത അവരുടെ ദൗത്യം മോശയെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ മോപക്ഷം നോക്കാതെ വാതിലോറും ചെന്ന് ഓരോരുത്തരെ കൊന്നുകളവേ. നിസ്സാര കാര്യമില്ല. അവരതുപോലെ ചെയ്തു. മോശ എന്ത് കൽപ്പിച്ചോ അവർ അതുപോലെ ചെയ്തു. 3000 പേർ അന്ന് കൊല്ലപ്പെട്ടു. നോക്കണം, മണിക്കൂറുകൾക്ക് മുൻപ് ആർത്തട്ടഹസിച്ച് നൃത്തം ചെയ്ത് ഗാനപ്രതിഗാനം പാടി ഉല്ലാസിച്ച് മതിമറന്ന് അവർ ആനന്ദിച്ച സമയത്ത് ഇതാ ചിത്രമാകെ മാറുന്നു. ആകെ മാറി. ഇപ്പൊ നിലവേർപ്പ് ആകെ കലക്കം. എന്താ കാരണം? ഞാൻ ആ കാരണം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. അവർ കെട്ടഴിഞ്ഞവരായി വിഗ്രഹങ്ങളുണ്ടാക്കി, കാളക്കുട്ടിയെ ഉണ്ടാക്കി, കൈപ്പണിയായി ദൈവനെ നമസ്കരിച്ചു. കാര്യം അവർ 6 മാസം മുൻപ് അതേ കണ്ടിട്ടുള്ളൂ. ഇപ്പം 6 മാസം കഷ്ടിച്ച്. കാരണം 3 മാസം ആയി സീനായി വന്നപ്പോൾ. സീനായി വന്നു കഴിഞ്ഞപ്പോഴാണ്
ദൈവപ്രത്യക്ഷ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാണ് മോശ 40 ദിവസം പർവ്വതത്തിന് മുകളിൽ അത് ഞാൻ പറഞ്ഞത് കഷ്ടിച്ച് 6 മാസം ഈ സംഭവം ഉണ്ടായത്. അതിനു മുമ്പ് മിസ്രയീമിൽ കിടന്ന് നിലവിളിച്ചതും കണ്ണുനീരോടെ ദൈവമേ ഒരു വിടുതൽ ഞങ്ങൾക്കില്ലയോ എന്ന് അവർ കരഞ്ഞതും ഒക്കെ അങ്ങ് മറന്നാണ്. അപ്പം ആനന്ദിക്കാണ്. രസകരമായ കാര്യം, മേഘസ്തംഭത്തിന് കീഴിൽ അഗ്നിസ്തംഭത്തിന് കീഴിൽ ഇരിക്കുന്ന ജനമാണ് ഇത് കാണിക്കുന്നത്. പോട്ടെ, ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവൻ്റെ ജോലി എന്താണ്? ആരാണ് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക? മോശയുടെ ആഹ്വാനം കേട്ട് 12 ഗോത്രങ്ങളിൽ പകുതിയും അതിനോട് കൂടെ ചേർന്നില്ല. തീർച്ചയായിട്ടും അവർ മോശയെ കണ്ടപ്പോഴേക്ക് അവരാകപ്പാട് ഗവർണറായി കാണും, ഭയന്ന് വിറച്ച് കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നേ. കാര്യം മോശയ്ക്ക് എന്ത് ഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാണല്ലോ അവരോട് കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പം അവരാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത്. കാര്യം അവന് 80 വയസ്സ് വരെ മിസ്രയീമിലല്ലേ ജീവിച്ചത്. 80 അല്ല, ശരിക്കും പറഞ്ഞാൽ 82 വയസ്സ് വരെയും അവനതേ കണ്ടിട്ടുള്ളൂ എന്ന് ചിന്തിക്കാം. കാളക്കുട്ടി ആരാധിക്കുന്ന കണ്ടിട്ടുള്ളേ. നാളെ യഹോവയ്ക്ക് ഉത്സവം എന്നും പറഞ്ഞാൽ അടുത്ത് തുടങ്ങി. പോട്ടെ, ഞങ്ങളെല്ലാം പോട്ടെ. അപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്ത്, കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ, അവരുടെ ലക്ഷണം എന്താ, അവരുടെ അവസ്ഥ എന്താ? അതാണ് എനിക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. 2-3 ചിന്തകൾ ആ ബന്ധത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, യഹോവയുടെ പക്ഷത്തുള്ളവർ, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ ചെറിയ ന്യൂനപക്ഷമായിരിക്കും. 12 ഗോത്രങ്ങളിൽ 11 ഗോത്രവും ഇല്ല. 11 ഗോത്രവും രംഗത്തില്ല, അവരാരും വന്നില്ല. ലേവി ഗോത്രം മാത്രം. അപ്പോൾ 12-ൽ 1 തികച്ചും ന്യൂനപക്ഷം, ചെറിയ കൂട്ടം. പക്ഷേ ദൈവത്തിനത് മതി. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, അവരെപ്പോഴും ന്യൂനപക്ഷമായിരിക്കും. അവരെപ്പോഴും വലിയൊരു കൂട്ടമായിരിക്കത്തില്ല. ഞാൻ മറ്റൊരു വീഡിയോയിൽ മുൻപ് ചെയ്ത അനോക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ. ദൈവത്തിൻ്റെ ഒറ്റയന്മാർ, ദൈവപക്ഷത്ത് നിൽക്കുന്നവർ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. എല്ലാവരും വാഴ്ത്തിപ്പാടുന്ന കൂട്ടത്തിലായിരിക്കത്തില്ല. ഒരു ചെറിയ ന്യൂനപക്ഷം, ഒരു ശേഷിപ്പ്. ഇശാവ് പറഞ്ഞല്ലോ, ഇസ്രായേൽ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയാലും ഒരു ശേഷിപ്പത്രേ രക്ഷ പ്രാപിക്കുന്ന. അതുപോലെ കൃപയാലുള്ള ഒരു ശേഷിപ്പ്. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ ജനം തടിച്ചു കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ 40 ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന അനാഥങ്ങളും കൂട്ടങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ സന്തോഷിക്കുന്നു. ദൈവം ഉണർവായിക്കുന്നു എന്ന് പറയും, നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതിനകത്ത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ചിലപ്പോൾ ബെല്ലിൽ എണ്ണാവുന്ന ആളുകളെ കാണത്തുള്ളൂ. അപ്പോൾ ന്യൂനപക്ഷം ഇന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പണ്ട് ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഒരു വലിയ പ്രസിദ്ധനായ ഒരാളാണ്, മലയാളിയാണ്, പ്രസംഗിക്കുന്നത് കേട്ടു. പണ്ഡിതൻ്റെ കൂടെ എത്ര പേരുണ്ട്? 200 പേര്. നിന്റെ കൂടെ എത്ര പേരുണ്ട്? 2000 പേര്. വലിയ പ്രശംസയായിട്ട് ആ മനുഷ്യൻ പറഞ്ഞ്. അവിടെ അത് കേട്ടിരുന്ന എനിക്ക് ദുഃഖം തോന്നി. കാരണം 2000-ഓ 20,000-ഓ കൂടെ കൂടുന്നതല്ല പ്രശ്നം. കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ തക്ക, കർത്താവിൻ്റെ ഭോഷന്മാരാകാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? പുസ്തകത്തിൽ ഉടനീളം നോക്കിയാൽ ചെല്ലി എങ്ങനെ കാണാം. ഗിദെയോന് 300 പേരല്ലേ ദൈവം കൊടുത്തേ, ഒരു വലിയ സൈന്യത്തെ ആക്രമിക്കാൻ. അത് മറ്റുള്ളവർ വെള്ളം കുടിച്ചതിന് വ്യത്യസ്തമായി നക്കി കുടിച്ച 300 പേര്, അത് മതിയായിരുന്നു ദൈവത്തിന്. അപ്പോസ്തലന്മാർ
12 പേര് സമൂഹത്തിൽ വളരെ സ്ഥാനമുള്ളവരായിരുന്നോ? അവരെ ദൈവം തെരഞ്ഞെടുത്തു. അവരെ കൊണ്ട് ദൈവം വൻകാര്യങ്ങൾ ചെയ്തു. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ തയ്യാറുള്ള, മനസ്സിലാക്കിക്കൊള്ളുക, അവർ ന്യൂനപക്ഷമായിരിക്കും, ഒറ്റയന്മാരായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ സമൂഹം ഒന്നടങ്കം ആരാധികളായി മാറി ഒന്നടങ്കം ദൈവത്തെ വിട്ട് തോന്നിയ പോലെ, തങ്ങൾക്ക് തോന്നിയ പോലെ ആകുമ്പോൾ, അതും ആരാധന എന്നാ പറയുന്നേ. തങ്ങൾക്ക് തോന്നിയ പോലെ ആകുമ്പോൾ അതിനെതിരായി നിൽക്കാൻ ഒരു ന്യൂനപക്ഷം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഭക്തനായ അത്താനസ്യോസിനോട് അദ്ദേഹത്തെ വിസ്തരിച്ച ആളുകൾ പറഞ്ഞു, അത്താനസ്യോസേ, ലോകം മുഴുവൻ നിനക്കെതിരാണെന്ന് പറഞ്ഞപ്പോൾ അത്താനസ്യോസ് മടികൂടാതെ ധൈര്യത്തോടെ പറഞ്ഞു, എങ്കിൽ അത്താനസ്യോസ് മുഴുവൻ ലോകത്തിനും എതിരായിരിക്കുന്നു. അത് ചിന്തിക്കുമ്പോഴൊക്കെ എനിക്ക് രോമാഞ്ചം കൊള്ളും. കാരണം കർത്താവിനെ അനുസരിച്ചാൽ, കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ, കർത്താവിന് കീഴ്പ്പെട്ടാൽ മുഴുവൻ ലോകത്തിനും എതിരായിട്ട് നിൽക്കേണ്ടി വരും. പൗലോസ് ചോദിച്ചല്ലോ, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്, ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല. കർത്താവിൻ്റെ ഭാഗത്തുള്ളവർ എപ്പോഴും ന്യൂനപക്ഷമായിരിക്കും, അല്ലാതെ ബഹുജനം കാണത്തില്ല. വലിയ ആഘോഷവും ബഹളവും ഒക്കെ അതിൻ്റെ ഭാഗവുമായിരിക്കില്ല. ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. മാത്രമല്ല, അവർ അവൻ്റെ മോശയുടെ അടുത്ത് വന്നപ്പോൾ മോശ പറഞ്ഞതെന്താണ്? അല്ലെങ്കിൽ യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി ഗോത്രം വന്നല്ലോ. വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞതെന്താണ്? മോശ പറയുകയാണ്, അവർക്ക് മനുഷ്യ നിലയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോശ അവരോട് പറഞ്ഞത്. 27-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ വാൾ അരുക്കുകയറ്റി പാളയത്തിൽ കൂടെ വാൽദൂരം കടന്ന് ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനെയും താൻ സ്നേഹിതനെയും താൻ താൻ്റെ കൂട്ടുകാരനെ കൊന്നുകളവിൻ എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും പ്രയാസമുള്ളതും കർത്താവിൻ്റെ പക്ഷത്തിൽ നിൽക്കുന്നതാണ്. അനുസരിക്കാൻ അവനൊരു മടിയുമില്ല. കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ്റെ വേറൊരു പ്രധാന ലക്ഷണമാണ് അങ്ങേറ്റവും ബുദ്ധിമുട്ടുള്ള ദൗത്യവും അവനനുസരിക്കും. ഇവിടെ മോശ പറഞ്ഞ ചെറിയ കാര്യമില്ല, കൊല്ലാനാ പറയുന്നത്. സ്നേഹിതനെ, കൂട്ടുകാരനെ, സഹോദരനെ സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ ദൈവം അത് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും അനുസരിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. ഞാൻ കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ കർത്താവിനോട് പറയുന്ന എന്തും ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. ഞാൻ ഉടനെ അനുസരിക്കും. അതൊരു വലിയ പ്രശ്നമായി കാണത്തില്ല. അബ്രഹാം ഏകജാതനെ ഇസ്ഹാക്കിനെ തന്നെ യാഗമായി അർപ്പിക്കാൻ പറഞ്ഞു. അതിരാവിലെ എഴുന്നേറ്റ് ദൗത്യം നിറവേറ്റി. ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാം, ഏറ്റവും ബുദ്ധിമുട്ടേറിയ, ഏറ്റവും പ്രയാസമായ കാര്യം പോലും കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭാരമല്ല, അവരതനുസരിക്കും. അവർക്കൊരു വിഷയമല്ല. മാത്രമല്ല, അത് വേഗത്തിൽ 1-2 കാര്യങ്ങളുടെ പറയട്ടെ. എന്ത് ചെലവിടേണ്ടി വന്നാലും അവരനുസരിക്കും. മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ആ ബന്ധത്തിലുള്ളതാണ്, പാപത്തോട് അവർക്കൊരു വിട്ടുവീഴ്ചയുമില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പർവ്വതത്തിൽ വെച്ച് തന്നെ ദൈവത്തോട് അവർക്ക് വേണ്ടി കാല് പിടിച്ച് വീഴിച്ച് ദൈവത്തിൻ്റെ കോപം ഇടിവിൽ നിന്നിട്ടാണ് അവൻ താഴെ വരുന്നത്. എന്നാലും അവർ ചെയ്ത പ്രവൃത്തിക്ക് അവനൊരു സൗജന്യം കാണിച്ചില്ല. അവൻ്റെ പക്ഷത്തുള്ളവരും അതുപോലെ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എനിക്ക് പാവത്തോട് ഒരു വിട്ടുവീഴ്ചയില്ല. ഇബ്രാഹിം സഭയോട് ഇങ്ങനെ പറഞ്ഞല്ലോ, പാവത്തോട് പോരാടുന്നതിൽ
നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. 12 വാക്യം. പാപത്തോട് പോരാടുന്നത്. എന്നാൽ ഇന്നോ പാപത്തിന്, ലോകത്തിന്, ലോക ഇൻപങ്ങൾക്ക്, ലോകത്തിലെ പദവികൾക്ക്, ലോക സുഖങ്ങൾക്ക് വശമ്മതരായി സന്ധ്യ ചെയ്ത് ശൗലിനെ പോലെ മാലിക്കിന്റെ പ്രധാനപ്പെട്ടതെല്ലാം കയ്യിലെടുത്ത് അതിനെ ന്യായീകരണം കണ്ട് എന്തിനു പറയുന്നു, അതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമല്ലേ ഇന്നുള്ളത്. ഈ ഇടയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു ആത്മീയ നേതാവിൻ്റെ സംസാരം കേട്ട് അത് ആ വീഡിയോ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിശയിക്കാനൊന്നുമില്ല ഒരു വശത്ത്. കാരണം ആഭരണമൊന്നും ആ ഉപദേശം വേദവസ്ഥയിലില്ല. ഇല്ല, അവർ എല്ലാം എടുത്തണിഞ്ഞു. അത് മാത്രം എന്തിനു മാറ്റിവെക്കുന്നോ? ലോകസ്നേഹം, ദ്രവ്യാഗ്രഹം, സ്ഥാനമോഹം, പദവികൾ, ലോകത്തിന്റെ ചങ്ങാത്തം, ഇതെല്ലാം നീ എടുത്തെങ്കിൽ നിനക്ക് ആഭരണം ഇടാം. ഞാനതിനെ ന്യായീകരിക്കുകയില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് എന്തുവാകാം. ദർശനം നഷ്ടപ്പെട്ടാൽ, ചിലപ്പോൾ ബഹുജനം പൊക്കിക്കൊണ്ട് വന്നേക്കാൻ. ദർശനം നഷ്ടപ്പെട്ടാൽ, ദൈവം നഷ്ടപ്പെട്ടാൽ, ദൈവത്തിന്റെ പക്ഷത്തു നിന്നല്ല ലോകത്തോട് സന്ധി ചെയ്താൽ ഇതും ഇതിലപ്പുറം പറയും. വേറുപാട് ആവശ്യമില്ലല്ലോ. അത് അവരുടെ ഉപദേശമോ അത് ഇവരുടെ ഉപദേശമോ എന്നും പറഞ്ഞ് ന്യായീകരിക്കല്ലേ ചെയ്യുന്നേ. നാം വിശുദ്ധരാണ്, വേർപെട്ട കൂട്ടമാണ് എന്ന് പറഞ്ഞ പിതാക്കന്മാർ മണ്ണന്മാർ. അപ്പോ പാപത്തോട് എന്തുവാകാം? ആഡംബര കാറുകൾ, ആഡംബര കൊട്ടാരങ്ങൾ, യേശുവിന്റെ നാമം ഉപയോഗിച്ച് എന്തും ചെയ്യാം. പിന്നെ പ്രസംഗിക്കാൻ അന്യഭാഷ പറഞ്ഞാൽ വാചാലമായി പ്രസംഗിക്കാം. മനുഷ്യരെക്കാളൊക്കെ വാചാലമായി പ്രസംഗിക്കുന്ന ലൂസിഫർ. ആരെയും വീഴ്ത്താനൊന്നും മടിയുമില്ലല്ലോ. ഏറ്റവും വലിയ വേദശാസ്ത്രജ്ഞനും ലൂസിഫറാണ്. അങ്ങനെയെങ്കിൽ അവന്റെ ദാസന്മാർ ആയി മാറിയ ആളുകൾ വിട്ടുവീഴ്ച ആളുകളായി മാറി. എന്നാൽ ദൈവത്തോടുള്ള നിൽക്കുന്നവർക്ക് അവർക്ക് അപ്രധാനമായിരിക്കാം, സ്ഥാനമില്ലായിരിക്കാം, മാനമില്ലായിരിക്കാം, പദവിയില്ലായിരിക്കാം, ഒന്നുമില്ലായിരിക്കാം. പക്ഷേ അവർക്ക് പാപത്തോട് ഒരു വിട്ടുവീഴ്ചയില്ല. പ്രാണൻ പോകേണ്ടി വന്നാലും, ഞാൻ അത്താനസൂസിന്റെ കാര്യം പറഞ്ഞ പോലെ ലോകം മുഴുവൻ, അന്നത്തെ ലോകം മുഴുവൻ അറിയൂസിന്റെ അല്ലെങ്കിൽ ഇന്ന് യഹോവ സാക്ഷികൾ പറയുന്ന ഉപദേശത്തിന്റെ പുറകെ ഏകദേശം അതിന് കീഴടങ്ങേണ്ടി വന്നപ്പോൾ അദ്ദേഹം എതിർത്തുന്നു, ജീവൻ കൊണ്ട് എത്തുന്നു. ഭാഗ്യം ദൈവസഭ പത്യോപദേശികൾക്ക് മടങ്ങി വന്നു. ഇന്നോ വിട്ടുവീഴ്ച. നമ്മളൊരു കൾട്ടായി പോകുന്ന അയാൾക്ക് പേടി. കൾട്ടെന്നാൽ ലോകം എന്തും വിളിക്കട്ടെ, ലോകം അംഗീകരിക്കാതിരിക്കട്ടെ. ഞാൻ പറയുന്നു, ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. 3 ദൈവവേദന ലോകത്തിന് മനസ്സിലാകത്തില്ല. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന് മനസ്സിലാകത്തില്ല. കർത്താവ് വെളിപ്പെടുത്തി തന്നവന് മാത്രമേ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ ദൈവഭാഗത്ത് നിൽക്കുന്നതിന് പാവത്തോട് ഒരു വിട്ടുവീഴ്ച. ഞാൻ പറഞ്ഞ 3 കാര്യം പറഞ്ഞു. ഒന്നാ, ദൈവഭാഗത്താണോ നാം ന്യൂനപക്ഷമായിരിക്കും, തികച്ചും ന്യൂനപക്ഷമായിരിക്കും. ദൈവഭാഗത്താണോ നാം എന്ത് വന്നാലും ദൈവത്തെ അനുസരിക്കും. ഇപ്പം മോശ ലേവി ഗോത്രത്തോട് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടെങ്കിലോ, ഞങ്ങൾ ദൈവത്തിന് പക്ഷെ നിൽക്കാം, പക്ഷെ വാളെടുക്കാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലോ എന്തായിരുന്നേനെ. ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കാം, ഈ വാളെടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഉറ്റവരെ, വേണ്ടപ്പെട്ടവരെ, സ്നേഹിതരെ, ഇന്ന് മറ്റവരെയൊക്കെ അവരോടൊക്കെ ദൈവത്തിന്റെ കോപം നിവർത്തിക്കുന്നു പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പറ്റുകയില്ല എന്നവർക്ക് പറയാറുന്നല്ലോ. പക്ഷേ അവർ പറഞ്ഞില്ലല്ലോ. ചോദ്യം ചെയ്യാതനുസരിച്ചു. വീണത്ത് കിടന്നുള്ളുന്നതിൻ്റെ വാക്കുകളല്ല ദൈവത്തിൻ്റെ വാക്കിനോട് വില കൽപ്പിച്ചു. ലേവിക്കൊരു മുൻകാല അനുഭവം കൂടെ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 34 വായിച്ചാൽ യാക്കോബ് ശേഖേമിൽ ചെന്ന് ദൈവത്തിന് വിധമായി വസ്തുവൊക്കെ വാങ്ങിച്ച് യാഗപീഠം താമസിക്കുമ്പോൾ
അവൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായല്ലോ. അന്ന് ആ ശേഖേമ്യരെ മുഴുവൻ സംഹരിച്ചത് ലേവിയും അവൻ്റെ സഹോദരനായ ശിമിയോനും കൂടെ ആയിരുന്നു. ഇവിടെ ശിമിയോനും കാലം മാറി. ആര് കാലം മാറിയാലും ദൈവഭാഗത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറുള്ളവൻ തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി ചരിത്രം സൃഷ്ടിക്കും. പാവത്തോട് ഒരു വിട്ടുവീഴ്ചയും അവനുണ്ടാകത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ദൈവഭാഗത്ത് നാം നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തോട് കൂടെ നിൽക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പക്ഷത്തെങ്കിൽ ഒരു കാര്യം പ്രതീക്ഷിച്ചോണം, അംഗീകാരം കിട്ടത്തില്ല. ലോകത്തിന് അംഗീകാരം കിട്ടുകയില്ല. നിന്നയും ദുഷിയും അപമാനവും പഴിയും പരിഹാസവും ഒറ്റപ്പെടലും പ്രതീക്ഷിക്കാം. കർത്താവ് ഗിരിപ്രമാണത്തിൽ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിച്ചതുള്ളവേ. ഇതേ ദൈവത്തിനുള്ളൂ. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ലോകത്തിന്റെ അഴുക്കായി തീർന്നിരിക്കുന്നു, ഞങ്ങൾ ലോകത്തിൽ നിന്ദിതരാണ്. എബ്രാഹിം 12 അവസാനം പറയുന്ന ലോകം അവർക്ക് യോഗ്യമല്ല. അപ്പോ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവന് ഈ ലോകത്തിൽ അവഗണനയും നിന്ദയും പരിഹാസവും ദുഷിയും പഴിയും മാത്രമേ കാണുള്ളൂ. അപ്പോ ദൈവഭാഗത്ത് നാം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ തീർച്ചയായും പക്ഷം അംഗീകരിക്കാവുന്ന ഒരു സ്ഥാനവും കാണത്തില്ല. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ എന്ത് കഠിന ദൗത്യവും കർത്താവ് പറയുന്നതിനെ അനുസരിക്കും. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവന്, നാം നിൽക്കുന്ന ദൈവപക്ഷത്താണെങ്കിൽ പാപത്തോട് നമുക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല, അശുദ്ധിയോട് ഒരു വിട്ടുവീഴ്ചയുമില്ല, ആകാത്ത കാര്യങ്ങളോട് ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്ത് വന്നാലും, ജീവൻ ത്യജിക്കേണ്ടി വന്നാലും അവൻ വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളും, കർത്താവിൻ്റെ പക്ഷത്ത് നിലകൊള്ളും. നാം അങ്ങനെയാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവന് ഈ ലോകത്തിൽ അംഗീകാരം കിട്ടുകയില്ല. അപമാനവും നിന്നയും ദുഷ്ടിയും പരിഹാസവും ഒക്കെ മാത്രമേ ഉള്ളൂ. 2 തീമോഥെയോസ് ലേഖനത്തിൽ പൗലോസിൻ്റെതായി നമുക്ക് കിട്ടിയ അവസാന ലേഖനത്തിൽ അവൻ പറഞ്ഞത് എന്താണ്? എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷേ കർത്താവോ എനിക്ക് തുണ നിന്നു. എല്ലാവരും കൈവിട്ടു, കർത്താവ് എനിക്ക് തുണ നിന്നു. ലേവിയുടെ കാര്യം എടുക്കാം. ലേവി ഗോത്രം മുഖം നോക്കാതെ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ, ദൈവത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ചപ്പോൾ, അവരുടെ തലമുറകൾക്ക് ദൈവത്തിൻ്റെ ഇസ്രായേലിൻ്റെ പൗരോഹിത്യം ശാശ്വതാവകാശമായി നൽകിയല്ലോ. ശാശ്വതാവകാശമായി ദൈവം അവരെ മാനിച്ചില്ലേ? പ്രിയമുള്ളവരെ, നാം ആരുടെ പക്ഷത്താണ്? ബഹുജനത്തിൻ്റെ പക്ഷത്തോ, ലോകത്തിൻ്റെ പക്ഷത്തോ, വിഗ്രഹാരാധികളുടെ പക്ഷത്തോ, വേർപാട് നഷ്ടപ്പെടുത്തിയവരുടെ പക്ഷത്തോ, വിശുദ്ധി കളഞ്ഞു കുളിച്ചവരുടെ പക്ഷത്തോ, അതോ ദൈവത്തിൻ്റെ പക്ഷത്തോ? ഒറ്റപ്പെട്ടാലും പ്രാണൻ പോയാലും നിന്ന സൈകിന് വന്നാലും എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കും എന്ന് നാം പറയുമോ? എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എൻ്റെ ദൈവത്തെ അനുസരിക്കും എന്ന് നാം പറയുമോ? എനിക്ക് ആൾക്കൂട്ടമല്ല വലുതോ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയാണ് എന്ന് നാം പറയുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരും. കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ ശ്രമിക്കുന്നു. അത് ഇടുക്കവും ഞെരുക്കവുമാണ്. കടക്കുന്നവർ കുറച്ച് പല സംഭവങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ പല ഈ മെറ്റാഫറിൽ കൂടെ അപ്പോസ്തലന്മാരും മറ്റു പിതാക്കന്മാരും ഒക്കെ ദൈവരാജ്യത്തിൽ കിടക്കുന്നവരെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്ന് അതിന് വിരുദ്ധമായ രീതിയിൽ ഉപദേശിക്കുന്ന, വിരുദ്ധമായ രീതിയിൽ പഠിപ്പിക്കുന്ന, തങ്ങളുടെ സൗകര്യം മാത്രം, അതിന് തങ്ങളുടെ നേട്ടം മാത്രം, അതിൻ്റെ അർത്ഥം അവർ ശത്രുപക്ഷത്താണെന്ന്, പിശാചിന്റെ പക്ഷത്താണെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ പോയി. ഒരുത്തന് വലിയ പ്രസിദ്ധി ഉണ്ടെന്നോ, വലിയ പേരുണ്ടെന്നോ, ലോകത്തിൽ വലിയ സ്ഥാനമുണ്ടെന്നോ ഉള്ള ഒന്നും ദൈവത്തിന് വിഷയമല്ല. പോഷനെ പോലെ
പോഷനെ പോലെ ലോകത്തിൽ നിന്നാപാത്രമാകുന്ന വിധത്തിൽ കർത്താവിന് വേണ്ടി കർത്താവിനോട് ചേർന്ന് നിന്ന് അവൻ്റെ വിശുദ്ധിക്കായി, അവൻ്റെ ഉപദേശത്തിനായി, അവൻ്റെ നിർമ്മലതയ്ക്കായി, അവൻ്റെ നാമത്തിനായി എരിവോട് നാം നിൽക്കുമോ? പൗലോസ് പറയുന്നല്ലോ, എൻ്റെ കുരിന്തിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിൻ്റെ എരിവോട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു. ആ മനോഭാവം ദൈവത്തിൻ്റെ തീക്ഷ്ണതയോടെ, ദൈവിക തീക്ഷ്ണതയോടെ അവൻ്റെ നാമത്തിന് വേണ്ടി നാം നിൽക്കുമോ? അതോ പാവത്തോട് വിട്ടുവീഴ്ച ചെയ്ത് ലോകത്തിൻ്റെ സ്നേഹിതനായി അവനോട് ചങ്ങാത്തം പുലർത്തുകയും ബഹുജനത്തെ അനുസരിച്ച് നാം മുന്നോട്ട് നീങ്ങുമോ? എങ്കിൽ നമ്മുടെ കാര്യം പരിതാപകരമാണ്, അന്ത്യം ദുഃഖകരമാണ്. ലേവി ഗോത്രം ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തി 34-ാം അധ്യായത്തിൽ അത് വായിച്ചാൽ കാണാം. യാക്കോബ് ശരിക്കും പറഞ്ഞാൽ ലേവി അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, ലേവി ശുഭകരം, യാക്കോബ് ദൈവത്തിന് വിരുദ്ധമായി അവിടെ തന്നെ ശേഖേമിൽ തന്നെ അടിഞ്ഞുകൂടിയത്. 2ാം പ്രാവശ്യമാണിത്. അവർ ദൈവത്തെ അനുസരിച്ചു. ദൈവത്തിൻ്റെ മോശ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. ഇന്നത്തെ കാലത്ത് അക്ഷയമായ ആയുധമോ അല്ലല്ലോ, പക്ഷേ ദൈവവചനത്തെ ഉപയോഗിച്ചു. ദൈവവചന പ്രകാരം വചനമെന്ന മാനദണ്ഡത്തിൻ്റെ അവനവന് തോന്നിയ പോലെ വലിച്ചു നിൽക്കുന്നതല്ല, വചനത്തെ അനുസരിച്ച് അവൻ്റെ ശബ്ദം കേട്ടോ, ദൈവത്തിനെ അനുസരിച്ച് ഇന്നും നടത്തുന്ന, ഇന്നും സംസാരിക്കുന്ന, ദൈവാത്മാവിന് കീഴ്പ്പെട്ട വിശുദ്ധരായി, നിർമ്മലരായി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അത്താനസുസിനെ പോലെ ലോകത്തിന് മുഴുവൻ ഞാൻ എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളാമോ? എങ്കിൽ ദൈവം നമ്മെ മാനിക്കും, ദൈവം അംഗീകരിക്കും. അവൻ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചവരെ കർത്താവ് തള്ളിക്കളയുകയില്ലല്ലോ. ലോകത്തൊരു മാന്യതയും കിട്ടിയില്ലെങ്കിലും ദൈവം മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമായി ഒരുങ്ങാം. നാം ദൈവപക്ഷത്തോ അതോ ലോകത്തിൻ്റെ പക്ഷത്തോ? ദൈവത്തിൻ്റെ പക്ഷത്തോ വിഗ്രഹ ആരാധികളുടെ പക്ഷത്തോ? ദൈവത്തിൻ്റെ പക്ഷത്തോ അതോ ലോകസ്നേഹികളുടെ പക്ഷത്തോ? ദൈവത്തിൻ്റെ പക്ഷത്തോ അതോ ഉപദേശം വിട്ടുകളഞ്ഞ് ശത്രുപക്ഷത്തോ? നമുക്ക് തന്നെ നാം എവിടെ നിൽക്കും? നാം ദൈവപക്ഷത്തെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, നാം തികച്ച ന്യൂനപക്ഷമായിരിക്കും. ദൈവപക്ഷത്തെങ്കിൽ നാം എന്തു വന്നാലും, ജീവൻ കൊടുക്കുന്നാലും ദൈവത്തെ അനുസരിക്കും. ദൈവപക്ഷത്തെങ്കിൽ നമുക്ക് പാപത്തോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകത്തില്ല. ദൈവപക്ഷത്തെങ്കിൽ നാം എന്ത് നിന്ന സഹിക്കേണ്ടി വന്നാലും അത് സന്തോഷിക്കും, കർത്താവിന് വേണ്ടി സഹിക്കും. അവരെ അവകാശം അതാണ്. ആകയാൽ ദൈവപക്ഷത്ത് നിന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാം. അവൻ്റെ പക്ഷത്ത് നമുക്ക് നിൽക്കാം. അവൻ നമ്മെ മാനിക്കും. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗ്ഗപിതാവേ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വട്ടയെന്ന മോശ ആഹ്വാനം ചെയ്തതനുസരിച്ച് ദൈവോത്തം വന്നതും അനുബന്ധ കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിപ്പാണ്ടിയായല്ലോ. കർത്താവേ, തികച്ച ന്യൂനപക്ഷമായി ചോദ്യം ചെയ്യാതനുസരിച്ച്, ഏത് കണ്ടതും പ്രവൃത്തിയും അനുസരിച്ച് പാപത്തോട് വിട്ടുവീഴ്ച ചെയ്യാതെ നിന്നെയും അപമാനവും സഹിച്ച് അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഒരു കാലത്ത് സമൂഹം തയ്യാറായല്ലോ. ലോകത്തിന് അംഗീകാരം ഒന്നുമല്ല, ദൈവത്തിന് അംഗീകാരം പ്രാപിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ പക്ഷത്ത് നിലയുറപ്പിച്ച് അങ്ങയുടെ വീരന്മാരായി അങ്ങയുടെ ദൗത്യം നിറവേറ്റുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.